മോനിക്കുട്ടോ മോനിക്കുട്ടോ ഇല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ പറഞ്ഞ നമ്മള് ചെല്ലുമ്പോ അത് കൊണ്ടുപോയില്ല. അല്ലാത്ത ഷർട്ട് ഇട്ടോ വൈറ്റ് ആയോണ്ടേ 10 മണിക്ക് അപ്പോഴേ ഇട്ടാ അത് പിന്നെ അഴുക്കാകും. കഴിച്ചിട്ടിട്ടാ മതിയായിരുന്നു. പ്രവർത്തി രാവിലെ മോനുകൊണ്ട് എഴുന്നേറ്റ് വന്നപ്പോ വന്ന് മാവ് നോക്കി. അല്ലെങ്കിൽ ഇന്ന് ഇവിടെ കുളമായിരുന്നു. ഇങ്ങനെ വന്നിരിക്കുവായിരുന്നു. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോനുകുട്ടൻ്റെ സ്കൂളിൽ ക്രിസ്മസ് പ്രോഗ്രാമാണ്. പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചായ ഇട്ടില്ല മോനെ, വേണ്ടല്ലോ. താമസോ വേണോ? ഷൂ ഇട്. ഷൂ ഇല്ലയോ അതിന് മാച്ച്? പാത്രം ഇങ്ങനെ എടുക്ക. മോനുകുട്ട സ്കൂളിൽ പോയി. ഞങ്ങൾ ദോശയും ചമ്മന്തിയും സാമ്പാറും കഴിക്കാൻ പോകും. കാപ്പി രാവിലത്തെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അമ്മയ്ക്കുള്ളത് കൊണ്ട് കൊടുക്കാൻ കൊച്ചോളം അങ്ങോട്ട് പോയതാട്ടോ. ബാക്കി മാവൊക്കെ എടുത്ത് വെച്ച് പാത്രമൊക്കെ കഴുകി, കുറച്ച് പാത്രങ്ങൾ കഴുകി, ഇനി കുറച്ചുകൂടെയൊക്കെ ഉണ്ട്. ഞങ്ങള് മോനുകുട്ടൻ്റെ സ്കൂളിൽ പോവാം. 12 മണിക്കേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ജോലിയൊക്കെ ഒതുക്കി വീഡിയോ ഇടാനുള്ള വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് പോവാം. പിന്നെ ഇന്ന് നടക്കത്തില്ല. മരുന്നൊക്കെ കഴിക്കാറുണ്ട്. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പരിപാടികളൊക്കെ. തൂവി പോകാതിരിക്കാൻ ഒരു സ്പൂൺ അതിനകത്തോട്ട് വെക്കുന്നുണ്ട്. നിറച്ചിരിക്കുന്ന മാവ്. ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. മോനിക്കുട്ടൻ്റെ സ്കൂളിൽ പോവാൻ കൊച്ചോളം അവിടെ ഒരുങ്ങി ഇരിപ്പുണ്ട്. പോയേച്ച് വരാം കേട്ടോ. നല്ല വെയിലായി, എന്നാലും പോകണമല്ലോ. പോകാൻ റെഡിമണി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങോട്ട് പോയേച്ചും വരാം. ചേച്ചി ഇതുപോലത്തെ വേറെ ഒന്നുമില്ലായിരുന്നു മീശോ. എന്നാ അത് മതി. എപ്പോഴും ആവശ്യമുള്ളത്.
കാണത്തൊന്നുമില്ല. ഓ, ഞങ്ങളൊരു 12:30 ആയപ്പോഴത്തേക്ക് സ്കൂളിൽ ചെന്ന്. രാവിലെ ഞാൻ മോനുകുട്ടനോട് പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല എന്ന്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചിരിയൊക്കെ പാസ്സാക്കി അവിടെ ഇരിപ്പുണ്ട്. അപ്പം എല്ലാ ക്ലാസ്സിലെയും കുഞ്ഞുങ്ങളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ക്രിസ്മസ് പാപ്പയുടെ കൂടെ 4ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും കുഞ്ഞുങ്ങളുടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഡാൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് മോനുകുട്ടനുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഫംഗ്ഷന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു. സ്കൂളിൻ്റെ HM ഉണ്ട് ഗീതമ്മ ടീച്ചർ ബ്ലോക്ക് ഇലക്ഷന് ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അനുമോദനവും കൂടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് വരുമെന്നുള്ളത് കൊണ്ട് ഞാനിതിൻ്റെ എല്ലാം മ്യൂസിക് ഫാസ്റ്റാക്കി ഇട്ടിരിക്കുക കേട്ടോ. ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നമ്മുടെ സ്കൂളിനും സമൂഹത്തിനും ഇനിയും ഉയരങ്ങൾ സമ്മാനിക്കാൻ ടീച്ചറിന് കഴിയട്ടെ. ഞങ്ങളുടെ സ്നേഹാദരം സ്വീകരിക്കുന്നതിനായി ടീച്ചറിനെയും അത് നൽകുന്നതിനായി പ്രിയപ്പെട്ട അച്ഛനെയും അധ്യാപകരെയും PTA പ്രസിഡന്റിനെയും ക്ഷണിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ഒരു തിളങ്ങുന്ന നക്ഷത്രമായിട്ട് തീരാൻ ടീച്ചർക്ക് എല്ലാ ഭാവങ്ങളും നിങ്ങൾ നേടുന്നു. എൻ്റെയും എൻ്റെ കൂടെ വന്നിരുന്ന എല്ലാവരുടെയും പേരിൽ ഒരു സന്തോഷപൂർവമായ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഞങ്ങൾ നേരുന്നു.
ദൈവത്തിന്റെ നേരിട്ടുള്ള സന്ദേശം, ഇത് സ്വർഗത്തിന്റെ കയ്യൊപ്പുള്ള സംഗീതം. എങ്ങനെയുണ്ട്? എല്ലാരും ഉണ്ട് കേട്ടോ.
കൊച്ചോക്ക് ചിക്കൻ്റെ കാലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആരും അകമഴിഞ്ഞ് കൊടുത്തതാ തോന്നുന്നു. ചൂടായി പൊള്ളു ഇന്ന്. ഞങ്ങളിങ്ങ് വന്നു പ്രിയങ്ങളെ, കഴിച്ചു വയറ് നിറഞ്ഞ ഒരാൾ നേട്ടെ. അതെ, ഒരാൾ തന്റെ കിടന്നങ്ങ് വന്നപ്പോഴേ എല്ലാവരുടെയും വയറങ്ങ് ബുമ്മായി. ഞങ്ങളിനി കുറച്ചു നേരം വിശ്രമിക്കട്ടെ പ്രിയങ്ങളെ. ക്ഷീണമൊക്കെ ഒന്ന് തീർത്തിട്ട് നമുക്ക് 4 മണിക്ക് കാണാം. ഓക്കേ, നല്ല പരിപാടിയായിരുന്നു. മോനുകുട്ടൻ്റെ ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് തന്നെ പ്രിയങ്ങൾ കമൻ്റ് ഇടണം കേട്ടോ. ഒത്തിരി പ്രിയപ്പെട്ടവരെ കണ്ടു, ഒരുപാട് സ്നേഹം പറഞ്ഞവരുണ്ട്, കുഞ്ഞിപ്പിള്ളേരൊക്കെ ഉണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരാളെന്നെ കാത്തു നിന്ന് മിണ്ടിയിട്ടൊക്കെ പോയി, അബിഗേൽ കേട്ടോ. കുഞ്ഞു വാവയാണ്, അവളെൻ്റെ വീഡിയോ എല്ലാം കാണും. അമ്മ പറഞ്ഞു മോനുകുട്ടനെ കാണാനും വീഡിയോ കാണാനും ഒക്കെ എത്ര നേരം വേണേലും ഇരിക്കുമെന്ന്. ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ അതൊക്കെ ആയിരുന്നു ഇന്നത്തെ വലിയ സന്തോഷങ്ങൾ. അതുകൊണ്ട് 2 പേര് വരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു കള്ളൻ കയറി പ്രിയങ്ങളെ, ഒരു കള്ളൻ. ഞാൻ ലിക്വിഡ് മേടിച്ചൊക്കെ അതുകൊണ്ട് പൊക്കിക്കൊണ്ട് പോകും. ആ മാമി എത്തോളാം, മാമി എത്തോളാം. ആ എത്തോളാം, ടാറ്റാ. മാമിയും കുക്കും കൂടെ മാമനുള്ള ഉച്ചയ്ക്കുള്ള ചോറും കൊണ്ട് വന്നതാണ്. ഇവിടെ അടുത്തൊരിടത്തായിരുന്നു നിന്ന് മാമന് പണി. വരുന്നെങ്കിൽ വാ കേട്ടോ, കേക്ക് തരാം, കേക്ക്. ആ, കിടക്കാനൊന്നും പറ്റിയില്ല പ്രിയങ്ങളെ. ഇവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ചായ ഇടാൻ അങ്ങോട്ട് വെച്ചു. മോനുകുട്ടനെ ട്യൂഷന് പോകണം. സൈക്കിളല്ല ഇന്ന് പോകുന്നത്. സൂക്ഷിച്ചു പോകണം. കല്ലിൻ്റെ പാറയുടെ മണ്ടയ്ക്കൊന്നും കയറ്റാതെ സൈഡിൽ കൂടെ പോകണം. വണ്ടി വരുവാണെങ്കിൽ നിർത്തണം കേട്ടോ. ആ, സൂക്ഷിച്ചു പോകണം. ഇവർ വരുമ്പോൾ ആ ഇറക്കത്ത് പതുക്കെ വന്നാൽ മതിയേ. ആ ആ, പോ, 4 മണി കഴിഞ്ഞില്ലേ, പോയിട്ട് വാ. ആ ആ ആ, ടാറ്റ. EVS പുസ്തകം എടുത്തോ? സൂക്ഷിച്ചു പോണേ, സൂക്ഷിച്ചു വരണം, സ്പീഡിലൊന്നും വരരുത്. ആ, ടാറ്റ. തൂത്ത് കഴിയുന്നതിന് മുമ്പ് മുറ്റം നിറച്ച് അടുത്ത കരിയിലെ വീഴും. കാറ്റ. ഒരാൾ തൂക്കുന്നു, അടുത്തത് വീഴുന്നു. ഒരാൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നേക്കോട്ടെ. ജാനിക്കുട്ടി വന്ന നിങ്ങളുടെ ഓടിപ്പാഞ്ഞു വന്നതാ, വന്നില്ല അവർ. അവരെ വിളിക്കുക. ഇപ്പൊ കേട്ടോ. ആ ആ
ഇപ്പൊ പൊട്ടുപടി കൊച്ചു കൂക്കുവേ. ആ ഇപ്പൊ പൊട്ടും. അയ്യോ യോ ചായ ഒന്നുമില്ല, ചായ യോ ചുമ്മാതാ വെക്കുവേ. ഒന്ന് രണ്ടുപേര് കടയിൽ പോവാം. രണ്ടുപേരോട് നടന്നു പോയിട്ട് വാ. ചേച്ചിയുടെ കൂടെ പോണം കേട്ടോ. അല്ല അത് തണുത്തിരിക്കുന്നോണ്ട്. ആ വെള്ളം വീണ് ചെടിക്ക് വെള്ളം ഒഴിച്ചായിരുന്നു ഞാൻ. യോ മോനെ ഓടി വീഴല്ലേ. ചായ കുടിക്കണം. ആ അത് കത്തിക്കുമോ എന്തോ. ആ ലൈറ്റ് ഇടാം. വണ്ടിയുടെ താക്കോലൊക്കെ എടുത്തോ. ഓ ലോകത്തുള്ള ലൈറ്റ് മുഴുവൻ ഇട്ട്. ചെരുപ്പ് നീ ഓൺലൈനിൽ മേടിച്ചാണോ? എത്ര രൂപയായി? കുഞ്ഞോയെ പിടിച്ചോ. കുഞ്ഞോയെ പിടിക്ക്. അപ്പാമ്മയ്ക്ക് കൊടുത്തു. ഹലോ അമ്മ, ഞങ്ങള് കാണാൻ ഇവിടെ ചുമ്മാ ഇരിക്കുന്നു. പോവാനേ ബാ. ടാറ്റാ 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 ഉമ്മ. ആ ദോശ അതിന്റെ കാര്യമല്ലേ പറഞ്ഞേ. ഉച്ചക്ക് സ്കൂളിൽ പോയി ബിരിയാണി കഴിച്ച് അനങ്ങാൻ വയ്യാതെ ഇവിടെ വന്നിരിക്കും. അപ്പൊ പിന്നെ രാത്രി നമുക്ക് ലഘുവായിട്ട് കഴിക്കാം എന്നോർത്ത് ഞാൻ പറഞ്ഞു ദോശ ഉണ്ടാക്കട്ടെ രാത്രി. ഓ ഞാൻ വരുമ്പോ അല്ലേ ചേച്ചി ഇങ്ങനെ ഇവിടെ ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഓംലെറ്റും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓംലെറ്റ് കൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് സമ്മതിച്ചു. എനിക്ക് കിടന്നുറങ്ങണ്ടായോ. അതുപോലെ ഞാനും എടി കൊച്ചേ സത്യത്തിൽ എന്തുവായിരുന്നറിയോ മോനെ, ഈ പല്ലി ഈ അലമാരിക്കകത്തൊക്കെ കേറുമ്പോ ഈ തട്ടത്തില്ലോടി, അവിടെ പല്ലിയുണ്ട്. അതിന്റെ ശബ്ദം കേട്ടോണ്ട് എന്നോട് ഒന്ന് പറയാ അവിടെ ആരണ്ട് മുട്ടിയത്. ചേച്ചിയാണെങ്കിൽ ഞാൻ ഫോണിൽ ടോർച്ച് കണക്കില്ല. ചേച്ചി ടോർച്ച് ഓഫ് ആക്കാനും പറഞ്ഞ് ചേച്ചി ആ കത്തന്റെ അവിടെ നിൽക്കുവാണ്. ഞാനും മോളും കൂടെ ഇങ്ങനെ പേടിച്ച് പണ്ടാക്കിടക്ക് അകത്ത് നിൽക്കുക. ഉപ്പ് നോക്കട്ടെ. ദോശയും ഓംലെറ്റ്. ഞാൻ എപ്പോഴും മുത്തിനെ പോലെ ആങ്ങളെ ആയിരുന്നുണ്ടല്ലോ, ഞാൻ ഇന്നും മരിച്ചേനെ. ഇപ്പോഴാണേലുവേ വന്നപ്പോ എന്നോട് വഴക്കായിരുന്നു. രാത്രി പോയി തട്ടുദോശ കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യാന്ന്. അമ്മ ഇങ്ങനെ ഇരുന്നോന്നൊക്കെ എന്നോട് പറഞ്ഞു.
പിന്നെ അവിടെ റിംഗ് റോഡില്ലേ ഫുഡ് കോർട്ട് വന്നില്ലയോ മോമോസിന്റെ, അവിടെ പോണം. പിന്നെ ഇപ്പൊ ഇവിടെ ഒരു കട തുടങ്ങി, അവിടെ പോണം. ഇതെല്ലാം പറഞ്ഞത് ഞാൻ അങ്ങ് മടിച്ചു. പിന്നെ നമുക്ക് അവധി അവധി ആകുമ്പോഴേ ഒരു നമുക്ക് അങ്ങ് പോവാം. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും അവിടുന്ന് രാത്രി പോവാം. പറ്റൂ? 23 അവൻ വരും ജനുവരിയിൽ. മുത്തു വരും. വരുമോ? എന്നിട്ട് കല്യാണത്തിന് കാണത്തില്ല, അതിന് മുന്നേ വരും. അതിന് മുമ്പേ വന്നിട്ട് അങ്ങ് പോകും. അന്നേരം നമുക്ക് നോക്കാം. പോവാം. അമ്മ സ്കൂൾ അന്ന് നമുക്കൊരു കല്യാണമുണ്ട്. നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു ചേച്ചിയൊക്കെ വന്ന് പരിചയപ്പെട്ട പത്തനംതിട്ട തന്നെയുള്ള ചേച്ചിയുടെ മോന്റെ കല്യാണമാണ്. വൈകിട്ട് ഫംഗ്ഷന് പോവാം. നമ്മള് പോയിട്ടില്ലല്ലോ ആ പള്ളിയില്, വലിയ പള്ളിയില്ലേ, ആ പള്ളിയൊക്കെ കണ്ട്. ഞാൻ അവിടുന്ന് അവധി എടുക്കാം. ബിരിയാണി കഴിച്ചതിന്റെ ക്ഷീണം കൊണ്ട് കൊച്ചോൾ ഇപ്പൊ ഒരു 10 മിനിറ്റ് പോലും അതിലൊന്ന് നേരെ നിന്നില്ല കേട്ടോ. അവളാ പറഞ്ഞ ദോശ കൊടുത്ത് പറ്റിച്ചത്. പക്ഷെ എനിക്ക് വയറ്റുഭാഗ്യമുണ്ടായിരുന്നു, പ്രതീക്ഷിക്കാതെ ബിരിയാണി കഴിക്കുവാട്ടോ. ചേച്ചിക്ക് വേണ്ടേ? ഉണ്ട്. മോന് നമ്മ ഇത് ഒന്നും ചോദിക്കാൻ ഒക്കാത്തോണ്ട് രണ്ടായിട്ട് വിളിച്ചു. മോന് ഇച്ചിരി അച്ചാറിട്ടോ. ദോശ വേണോ ഒരെണ്ണം കൂടെ? വേണ്ടേ? ബിരിയാണിയുടെ എഫക്റ്റ് കഴിഞ്ഞോ? ഞങ്ങളുടെ കൂടെ ഇന്ന് കഴിക്കാൻ വയ്യ. നമുക്ക് എനിക്ക് മുട്ടയുണ്ട് കൂടെ. മുട്ട വെച്ചിട്ടുണ്ട് നമ്മുടെ കൂടെ ഇത് കഴിക്കാൻ. ചമ്മന്തി ഉണ്ടായിരുന്നു എനിക്ക് വേണ്ട പ്രിയങ്ങളെ. എനിക്ക് സാമ്പാറും ഓംലെറ്റും മതി. കഴിക്കട്ടെ പ്രിയങ്ങളെ. എൻ്റെ ചക്കര മുത്തുമണികളോടെല്ലാം സ്നേഹം, എല്ലാവരോടും സ്നേഹം കേട്ടോ. അപ്പോൾ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഇനി നമുക്ക് നാളെ കാണാം. നാളെ കൊച്ചോളും ഞാനും കൂടി അങ്ങോട്ട് പോകും. പിന്നെ ഇനി ക്രിസ്തുമസിന് വരും. അപ്പോൾ കാണാം അല്ലേ? ഓക്കെ, ബൈ, സി യു. ഗുഡ് നൈറ്റ് പറ മോന് കൂട്ടാ. ഇനി ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കും കേട്ടോ. ഒരു ആഗ്രഹം, ഇവിടെ ഇരുന്ന് കഴിക്കണമെന്ന് മോനുകുട്ടൻ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് അങ്ങ് ഇരിക്കുക. ടാറ്റാ, ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.